തുടങ്ങിയില്ല. ഇത് നമ്മുടെ സെക്രട്ടറിയാണ്. ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് പറയാമോ? നമ്മളെ ഫ്രണ്ട്സ് ഓഫ് ട്യൂബ്ലി വാക്കുവേൻ്റെ ചങ്സുകളാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. സാധാരണ നമ്മൾ വാക്കുവേൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടത്തൽ. ഇന്നിപ്പോൾ നമ്മൾ കാലാവസ്ഥയ്ക്ക് ചൂടായതുകൊണ്ട് നമ്മൾ കോഹിനൂറിലേക്ക് മാറ്റി. നല്ല ഫുഡായിരുന്നു. നമ്മൾ ഷംസുഖാൻ്റെ കെയർ ഓഫിലാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. ഷംസുഖാൻ നമ്മൾ പ്രസിഡന്റിന് ഇവിടെ ഷെയർ ഉണ്ടോ എന്നൊരു സംശയം എനിക്കില്ലായിരിക്കില്ല. കാരണം നമ്മൾ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഷംസുഖാണ്. അപ്പോൾ നമ്മൾ യാസർക്ക സ്പോൺസർ ചെയ്ത ഫുഡായിരുന്നു ഇത്. യാസർഖാൻ ഇതിൽ നമ്മൾ ടാലി, നമ്മൾ ജോയിന്റ് സെക്രട്ടറി ശ്രീധേട്ടന്, മനോജേട്ടന് ഇവരൊക്കെ ഇന്ന് മിസ്സാണ് ഈ പ്രോഗ്രാമിൽ. ഇത് വാക്കുവേ ഈ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ കോഹിനൂറിൽ വെച്ചിട്ട് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. വെരി ഗുഡ്. ഇൻഡോർ. സാധാരണ നമ്മൾ എല്ലാ ഫ്രൈഡേയും ഔട്ട്ഡോർ ആണ് പ്ലാൻ ചെയ്യല്. കാലാവസ്ഥ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് നമ്മൾ ഇൻഡോർ ആക്കിയത്. അപ്പോൾ ഇനി രണ്ടു വാക്ക് സംസാരിക്കാൻ നമ്മളെ പ്രസിഡന്റിനെ ഞാൻ ക്ഷണിക്കുകയാണ്, ഷംസുഖാനെ. ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. ഇന്നിവിടെ ഒത്തുചേർന്ന എല്ലാവർക്കും വാക്കുയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്വാഗതവും നന്ദി അറിയിക്കുന്നു. നമ്മൾ സെക്രട്ടറി പറഞ്ഞ പോലെ വളരെയധികം ചൂടാണ്, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഒരു വൈബും ഇല്ല. നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഫ്രൈഡേ തൊട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയത്. ഇനി ഓഗസ്റ്റിൽ മിക്കവാറും എനിക്ക് തോന്നുന്ന പരിപാടി ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്, ഈ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി. അല്ലെങ്കിൽ പിന്നെ ഈവനിങ് ഡിന്നർ വല്ലതും ആക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് സെപ്റ്റംബർ തൊട്ട് വീണ്ടും പുനരാരംഭിക്കാം. കുറേ പേര് നാട്ടിലാണ്, 5-6 പേര് നാട്ടിലാണ്. മനോജ് ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മിസ്സായവർക്ക് ഭയങ്കര മിസ് തന്നെയാണ്. നല്ല ഫുഡായിരുന്നു. എല്ലാവരും ഒരേ അഭിപ്രായമാണ്. അപ്പോൾ ഇതിന്ന് സംഘടിപ്പിച്ച യാസർ ഭായിക്ക് പ്രത്യേക അഭിനന്ദനങ്ങളും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഷംസുഖ, പിന്നെ ഈ നമ്മുടെ ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? നമ്മൾ 2018 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു കൂട്ടായ്മ തുടങ്ങിയത്. കൊറോണയുടെ കുറച്ച് മുമ്പ്. കൊറോണ വന്നത് 19 ലാസ്റ്റ് 20. അതിന് മുമ്പാണ് തുടങ്ങിയത്. കൊറോണയിലും ഞങ്ങൾ കുറച്ചുകൂടി നടക്കാനുണ്ടായിരുന്നു. പിന്നെ അത് തൊട്ട് ഇങ്ങോട്ട് കുറേ പേര് വന്നു, കുറേ പേര് പോയി, കുറച്ച് പേര് ജോലി മതിയാക്കി നാട്ടിൽ പോയി. 10-30 പേര് എപ്പോഴും നമ്മൾ ഈ സംഘടനയിൽ ഉണ്ടാവും. എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മുടെ ഈ വാക്കുവേയുടെ കൂട്ടായ്മയുടെ കീഴിൽ നടന്നുകൊണ്ട്? വാക്കുവേ കൂട്ടായ്മ മെയിൻലി നമ്മളെ അംഗങ്ങളുടെ ഇടയിലുള്ള ബർത്ത്ഡേ ആഘോഷം, അല്ലെങ്കിൽ വിവാഹാഘോഷം, പിന്നെ ആരെങ്കിലും നാട്ടിൽ പോകുമ്പം അല്ലെങ്കിൽ യാത്രയപ്പ് കൊടുക്കുക മതിയാക്കി പോകുന്ന ആൾക്ക്, ഇതുപോലുള്ള ചെറിയ ചെറിയ സംഗതികൾ. പിന്നെ നമ്മളെ ഓണം, വിഷു, ഈദ് അതുപോലത്തെ പരിപാടി വരുമ്പോൾ അതിൻ്റെ ഒരു ആഘോഷം ഉണ്ടാവും. നാഷണൽ ഡേ December 16 നമ്മളൊരു ഫ്ലാഗ് റൈസിങ്ങും അതുപോലുള്ള പരിപാടികൾ ഉണ്ടാകുന്നുണ്ട്. ന്യൂ ഇയറിനും പരിപാടികൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ. പിന്നെ നമ്മൾ ഈ സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുക, പിന്നെ വിൻ്ററിന് അങ്ങനെയുള്ള പരിപാടികൾ ഒക്കെ ഉണ്ടാവില്ല. ഓക്കെ, ഇത് നമ്മുടെ ഹമീദ് കെയാണ്. ഹമീദ് കെ, എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്? ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായാലും ഇവിടെ വാക്കുവയിൽ നിന്ന് വെച്ചാണ്. പക്ഷേ ചൂട് കാരണം ഇന്നിപ്പോൾ കോഹിനൂർ റെസ്റ്റോറൻറ്റ് മുല്ലസത്ത് വെച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മളെ ചങ്ക് ബ്രോ യാസർക്കാണ്. ഇതാണ് നമ്മുടെ യാസർക്ക. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ വളരെ നല്ല ഗംഭീരമായി നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇന്ന്. നല്ല സന്തോഷമായി. എല്ലാവരും ഒരുമിച്ച് കൂടി ഏകദേശം ഒരു 15 പേരോടെ ഇവിടെ ഒരുമിച്ച് കൂടി. ചിലർ വന്നിട്ടില്ല, ചിലവരെ ഉറക്കും കാര്യങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരു ഡബിൾ താങ്ക്സ്. പിന്നെ യാത്ര പോകുന്ന എല്ലാവർക്കും എൻ്റെ ഹാപ്പി ജേർണി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോൺസർ ചെയ്ത യാസർക്കാർക്ക് ബിഗ് സല്യൂട്ട്. ഫ്രണ്ട്സ് ഓഫ് ട്യൂബ്ലി വാക്കുവേൻ്റെ അഡ്വൈസറി മെമ്പർ മിസ്റ്റർ സലീം തയ്യിലിനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മളെ ഗ്രൂപ്പിന്റെ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്നത് സലീം ഖാൻ. നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്ന് എനിക്ക് സത്യത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. എല്ലാ ദിവസവും നമ്മൾ ഡ്യൂബ്ലി വാക്ക്വേയിൽ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് ഇന്ന് നമ്മുടെ പ്രസിഡന്റിൻ്റെ സ്വന്തം കോഹിനൂറിൽ നമ്മുടെ യാസർ സംഘടിപ്പിച്ചതാണ്. ഇത് സംഘടിപ്പിച്ച യാസറിന് വളരെ നന്ദി അറിയിക്കുന്നു. വൈബായിട്ട് തന്നെ മുമ്പോട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും. അർജന്റീനയുടെ നേതൃത്വം നയിക്കുന്ന നമ്മൾ മുസ്തുഖാനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കണേ. വ്യത്യസ്തമായൊരു ഇൻഡോർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. സാധാരണ നമ്മൾ ഔട്ട്ഡോർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് സംഘടിപ്പിക്കാറ്.
ഇന്ന് യാസർ നാട്ടിൽ പോകുന്ന പ്രമാണിച്ച് നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ ടേസ്റ്റ്ഫുള്ളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തു. എല്ലാവരും അത് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ നാട്ടിലാണ് ഉള്ളത്, അവർക്കത് മിസ്സായി. ഏതായാലും യാസറിന് ഒരു ബിഗ് സല്യൂട്ട്. പ്രസിഡന്റിന് പ്രത്യേക ആശംസകൾ നേരുന്നു. ഡേറ്റ് പ്രസിഡന്റ് കൺഫേം ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ട്യൂബ്ലി വാക്ക്വേൻ്റെ ഇന്നത്തെ പരിപാടി നമുക്ക് സ്പോൺസർ ചെയ്തത് നമ്മളെ യാസർക്കയാണ്. വളരെ സ്വാദിഷ്ടമായ വിഭവങ്ങളായിരുന്നു. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഇൻസൈഡ് കോഹിനൂർ ഹോട്ടലിൽ വെച്ച് നടത്തുന്നത്. ഇതിന് പ്രത്യേകം ശംസുക്കായിക്കും അതുപോലെയുള്ള മറ്റുള്ളവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഇത് നമ്മൾ ഫ്രണ്ട്സ് ഓഫ് ട്യൂബ്ലി വാക്ക്വേൻ്റെ എൻ്റർടൈൻ സെക്രട്ടറി മിസ്റ്റർ ജോഫി. നമ്മുടെ വാക്ക്വേര് എല്ലാ ആഴ്ചയിലും നടത്തുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി ഈ ആഴ്ച നമ്മൾ ഈ കോഹിനൂർ റെസ്റ്റോറൻറ്റിൽ നടത്തുകയാണ്. എല്ലാ ദിവസവും നമ്മൾ ഔട്ട്ഡോർ ആയിരുന്നു. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ടൈം വന്നിരുന്നത് യാസറിക്കായിരുന്നു. അപ്പോൾ യാസറിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അതുപോലെ നമ്മളെ ഗ്രൂപ്പിന്റെ ഡാൻസ് മാസ്റ്റർ വിക്രം മിസ്റ്റർ ബാബു ഓ അങ്ങനെയല്ല മൈക്കിൾ തന്ന യാസർ ഭായിക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ വേദി ഒരുക്കി തന്ന നമ്മുടെ പ്രസിഡന്റ് ഷംസുക്ക. പിന്നെ നമ്മുടെ ഈ സാഹചര്യം നമ്മൾ കൂടുതൽ ചൂടായതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. പക്ഷെ എന്തുകൊണ്ടും നല്ലൊരു കൂട്ടായ്മ തന്നെയായി. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹാഭേദങ്ങൾ. ആസ്ഥാന ടീം മേക്കർ മിസ്റ്റർ സന്ദീപ്. സൂപ്പർ ചായ സന്ദീപ് ഏട്ടനെ കഴിച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഒരാളുള്ളൂ. ആസ്ഥാന ടീം മേക്കറാണ് സന്ദീപ്. നടത്തിക്കൊണ്ടിരിക്കുന്ന മോർണിംഗ് ഫുഡിൻ്റെ നമ്മുടെ യാസർ ഭായിയുടെ വക ഇന്നത്തെ അതിഗംഭീരമായ ഫുഡായിരുന്നു. യാസർ ഭായി പുറത്താണ്. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോവുക കാരണം ഒരു അരമണിക്കൂർ നേരം വഴി. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ യാസർ ഭായി ടീം മേക്കർ മിസ്റ്റർ മനു. നമ്മുടെ ഗ്രൂപ്പിന്റെ ബാക്ക് ബോൺ ആണ് മിസ്റ്റർ മനു. നമസ്കാരം. അപ്പോൾ ഇന്ന് എത്തിപ്പെടാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ സന്ദീപേട്ടൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, അതാണ് ലേറ്റായത്. പിന്നെ ഇന്ന് ഫുഡ് തന്ന യാസർ ഭായിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഇന്ന് ഇങ്ങനത്തെ ഒരു കോഹിനൂർ ഹോട്ടലെടുത്ത് തന്ന ഷംസുക്കാക്ക് പ്രത്യേകിച്ചൊരു നന്ദി പറയുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അടുത്ത ആൾ നമ്മൾ ഷിയാബ്, നമ്മളെ കുക്കാണ്. ഈ ഗ്രൂപ്പിൻ്റെ ഏറ്റവും നല്ല ഫുഡ് മേക്കറാണ് കുക്ക് മിസ്റ്റർ ഷിയാബ്. നമസ്കാരം. ഇന്ന് സംഭവം ബ്രേക്ക്ഫാസ്റ്റ് സ്പോൺസർ ചെയ്ത യാസർക്കാർക്ക് നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസാട്ടൺ ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ട്. അത് ഇതിലൂടെ ഞാൻ അറിയിക്കുകയാണ്. ഓപ്പണായി. ഓക്കെ. മറ്റേത് ഓൾറെഡി നാട്ടിലുള്ള മിസ്റ്റർ ബാബുവേട്ടനുണ്ട്, ബാബുജി, അതുപോലെ മനോജേട്ടൻ, ശ്രീതേട്ടൻ. ഇന്ന് നാട്ടിലേക്ക് പോയ നമ്മളെ ജോയിന്റ് സെക്രട്ടറി മിസ്റ്റർ ഫിറോസ്, അതുപോലെ നമ്മൾ ശ്രീജയ് ഭായ്. ഈ 5 പേർക്ക് നമ്മൾ പ്രോഗ്രാം ഇന്ന് മിസ് ചെയ്തു. ഇനി അവർ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും യാസർക്ക നമ്മൾ ഇന്ന് ഫുഡ് സ്പോൺസർ ചെയ്ത യാസർക്കാണ് ഞാൻ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിച്ച് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി ക്ഷണിച്ചുകൊള്ളാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഭക്ഷണം വാക്കുവേൽ എല്ലാ പ്രാവശ്യവും കൊടുക്കുന്നതാണ്, എല്ലാ ആഴ്ചയും. ഇന്ന് എൻ്റെ ടേൺ ആയിരുന്നു. അതിൻ്റെ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. ഇന്ന് സാധാരണ നമ്മൾ അവിടെ നിന്നാണ് കൊടുക്കാറ് വാക്കുവേന്ന്. പക്ഷേ ഇന്ന് വെയിലായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നാക്കി. അത് എല്ലാവരും വന്ന് സഹകരിച്ച് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട്. അതൊരു ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് വന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. സംസാരിക്കണം. ഇന്ന് നമ്മൾ ഇൻഡോർ പ്രോഗ്രാം ആദ്യമായിട്ടാണ് ഇത്ര വർഷമായിട്ട് നമ്മൾ നടന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ചൂട് കാരണം. പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ നാട്ടിലും പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തോടു കൂടി ഇവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി ഇവിടെ അവസാനിപ്പിച്ച് ഇനി അടുത്ത അതെ പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാർ നാട്ടിൽ പോകുന്നുണ്ട്. ഇനി ചൂട് കാലം കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബറോട് കൂടി നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോർ പ്രോഗ്രാമിന് നമുക്ക് അത് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫുഡ് വളരെ ഗംഭീരമായിരുന്നു. യാസർ ഖാൻ്റെ ഇതായിരുന്നു. സർ നല്ല അടിപൊളി ഫുഡ്. ഇങ്ങനെ ഒരു വെറൈറ്റികൾ നമ്മൾ ഇനി ആക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിന് നമ്മുടെ മേൽനോട്ടം വഹിച്ച നമ്മുടെ പ്രസിഡന്റ് ഷംസുഖാനെയും ബാക്കി എല്ലാ മെമ്പർമാരെയും നന്ദി ഞാൻ അറിയിക്കുന്നു.
താങ്ക് യു. ഇതിയുടെ ഒരുപാട് ആൾക്കാരുടെ അഭാവത്തിൽ നമ്മൾ ഈ പ്രോഗ്രാം നടന്നത്. ചില ആളുകൾക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ സലീം ഭായ്, അതുപോലെ തന്നെ പിന്നെ വേറെ ഷബീർ ഭായ്, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അതെ, അൻവർക്കാർക്കൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ അഭാവത്തിൽ അവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു.